ശരിയാണല്ലോ, ഇതിപ്പോ അർത്ഥം മാറിപ്പോയി, ഒരുമിച്ച് താമസിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു വേണ്ട വീട്ടില് പണികളൊക്കെ ചെയ്തിട്ട് ഈ 4 ദിവസത്തില്ലേ തോന്നിയില്ല. വീട് തൂക്കുക, വീട് തുടയ്ക്കുക, പാത്രം കഴുകി വെക്കുക, എല്ലാം തുടങ്ങി എല്ലാ പണികളും ഞാനാണ് ചെയ്യുന്നത്. ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ പാവം ഉറങ്ങിപ്പോയി. പണ്ടത്തെ കാർട്ടൂണിലൊക്കെ തള്ളക്കാക്ക പിള്ളേരുടെ ചുണ്ടിനകത്ത് വെച്ച് കൊടുക്കണ പോലെ. ഹായ് ഹലോ, വെൽക്കം ടു മൃദ്വ വ്ളോഗ്സ്. മൃദ്വ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയട്ടെ. ഹായ് ഹലോ, വെൽക്കം ടു മൃദ്വ വ്ളോഗ്സ്. മൃദ്വ വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക്, അതായത് നമ്മുടെ ലിയോ മൗണ്ട് വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ ഇന്നേക്ക് 5ാമത്തെ ദിവസമായി. നല്ല അടിപൊളിയായിട്ട് പോണു അല്ലേ ഏട്ടാ? യെസ്, നമ്മൾ രണ്ടുപേരും ഇതുവരെ ഒരുമിച്ച് താമസിച്ചിട്ടില്ല അങ്ങനെ അധിക ദിവസം. നമ്മൾ ട്രിപ്പ് ഒരുമിച്ച് സെപ്പറേറ്റ് ആയിട്ട് മാറി നിന്നിട്ടില്ല. ശരിയാണല്ലോ, ഇതിപ്പോ അർത്ഥം മാറിപ്പോയി, ഒരുമിച്ച് താമസിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ. സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു എന്താ പറയാ, ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് നമ്മൾ മാറി നിന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അത് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് ദിവസങ്ങൾ. പക്ഷേ അതെ, അത് കൈമനത്ത് നമ്മളൊരു വീട് ലീസിന് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കുറച്ച് നേരം നിന്നുള്ളൂ. അത് അതിന്റെ ഏറ്റവും വലിയ എത്ര സമയം നിന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസ് കുറ്റി നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഒരു റീഫിൽ പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ്. അതെ, എത്ര ദിവസം മാത്രമല്ല, അടുക്കളയിൽ അധികം പണിയും നടന്നിട്ടില്ല എന്ന് വ്യക്തമാണ്. അപ്പൊ ഇപ്പോഴാണ് നമ്മളൊന്ന് സെറ്റിലായി, ഒന്ന് അടിപൊളിയായിട്ട് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഫാമിലി ലൈഫ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് എന്ന് വേണം പറയാം. ഒരു വീടെടുത്ത് ഇങ്ങോട്ടേക്ക് മാറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ അങ്ങനെ നിന്നിട്ടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം കുഞ്ഞുണ്ട്, ഞാനും മേട്ടനും മാത്രം വേറൊരു വീട്ടിൽ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ തന്നെ ചെയ്യണം. മറ്റേടത്താണെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനായിട്ട്, ചിലപ്പോൾ ഇവിടെ ഉറക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഫുഡിന്റെ കാര്യങ്ങളായിക്കോട്ടെ കംപ്ലീറ്റ് അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. അപ്പൊ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ധ്വനീനെ 2 പേരും നോക്കും, അതുപോലെ തന്നെ ഇവിടെ വീട്ടിലത്തെ പണികളായിക്കോട്ടെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തോണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അധികം വലിയ ഭാരം അറിയുന്നില്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു വേണ്ട വീട്ടില് പണികളൊക്കെ ചെയ്തിട്ട് ഈ 4 ദിവസത്തില്ലേ തോന്നിയില്ല. പിന്നെ പറച്ചിലായിട്ടൊന്നും നീ ഒറ്റയ്ക്കാണ് ഇവിടുത്തെ പണികൾ മൊത്തം ചെയ്യുന്നത്. ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ വരാത്തത് എന്തുകൊണ്ടാണ് ഗൈസ്, നിങ്ങൾക്ക് അറിയാമോ? ഞാനിവിടെ ഒരു പണിക്കാരന്റെ കോസ്റ്റ്യൂമിലാണ് ഇരിക്കുന്നത്. വീട് തൂക്കുക, വീട് തുടയ്ക്കുക, പാത്രം കഴുകി വെക്കുക, എല്ലാം തുടങ്ങി എല്ലാ പണികളും ഞാനാണ് ചെയ്യുന്നത്. വളരെ ചുരുക്കം പണികൾ മാത്രമാണ് കുഞ്ഞുട്ടൻ ഇവിടെ ചെയ്യുന്നത്. അല്ല കേട്ടോ, വെറുതെ തമാശ പറഞ്ഞതാണ്. നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്താണ് നമ്മൾ എല്ലാ ജോലികളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഷിഫ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, മൊബൈൽ വെക്കുന്ന സ്റ്റാൻഡ്, ട്രൈപോഡ്, പിന്നെ സെൽഫി സ്റ്റിക്ക്, ഇമ്മാതിരത്തെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. കുറച്ചൊക്കെ മിസ്സിങ് ആണ്. പിന്നെ അതെല്ലാം പോയി തപ്പിയെടുക്കണം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾക്കൊരു പ്രധാന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു അടിപൊളി സംഭവം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ധ്വനിന്റെ ഒരു ദിവസത്തെ അവൾക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കും, ഫുഡ് റൊട്ടീൻ കാണിക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുക. അപ്പൊ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ധ്വനിക്ക് എന്തൊക്കെ. എനിക്ക് പേഴ്സണൽ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നു. അമ്മമാരാണ് കൂടുതൽ ചോദിക്കുക കേട്ടോ, ധ്വനിക്ക് എന്തൊക്കെ ഫുഡാണ് കൊടുക്കാറുള്ളത്, പിന്നെ അതേപോലെ അവൾ എന്തൊക്കെ കഴിക്കും, ചോറ് കഴിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ആക്ച്വലി ഓരോ കുട്ടികളും ഓരോ വിധത്തിലാണ്. ചില കുട്ടികൾക്ക് ഇപ്പോഴേ തന്നെ സോളിഡ് ഫുഡ്സ് ഒക്കെ അവർ കഴിക്കും, ചിലവരത് കഴിക്കില്ല. അപ്പൊ ധ്വനീനെ സംബന്ധിച്ച് അവൾക്ക് കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ്സ് ആണ് അവൾ കഴിക്കുക. സോളിഡ് ആയിട്ടുള്ളത് കൊടുത്താലും കുറച്ച് കഴിക്കും, ബാക്കിയുള്ളതങ്ങ് തുപ്പിക്കളയാ അവൾ ചെയ്യുന്നത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ വായിക്ക് അകത്ത് അധികം അവൾക്ക് പല്ല് വന്നിട്ടില്ല. അപ്പൊ ഡോക്ടർ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ കൊടുക്കുന്ന കുറുക്ക് ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് ഹെൽത്ത് മിക്സ്, അമൃതം പൊടി,
പിന്നെ റാഗി, ഇതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് കുട്ടികൾക്ക് കൊടുക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും കൊടുക്കണം. അതായത് നമ്മൾ രാവിലെ എണീറ്റാൽ ഇവർക്കുള്ള റാഗിയോ എന്താന്ന് വെച്ചാൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് പുട്ടായിക്കോട്ടെ, ഇഡ്ഡലി, ദോശ എന്തായിക്കോട്ടെ ഒരു പ്ലേറ്റിൽ അവർക്ക് ഇട്ട് കൊടുക്കുക. അത് കുറച്ചും അവർ കഴിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യാറുള്ളത്. അപ്പൊ ധനുവിന് എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. വരും. അതെ, ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. വേറെ ഒന്നുമല്ല, ഇവളുടെ പാല് കുടീനെ പറ്റിയിട്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഫുഡ് ഐറ്റംസിനെ മാത്രം പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ ഏട്ടാ? ഇവൾക്കാണെങ്കിൽ ജനിച്ച സമയം മുതൽ ഭയങ്കര പാല് കുടിയാണ്. അപ്പോൾ ആക്ച്വലി ഏട്ടന്റെ സ്വഭാവം എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. കാരണം ഏട്ടനെ കുഞ്ഞില് അമ്മ എത്ര പാല് കൊടുത്താലും വെറുതെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കും. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ഒരു പാൽപ്പൊടിയും കൂടെ സജസ്റ്റ് ചെയ്തായിരുന്നു. അതും കൂടെ കുടിച്ചിട്ടാണ് ഏട്ടനെ ഓക്കെ ആക്കാന്നാണ് അമ്മ പറഞ്ഞ് കേട്ടത്. ഈ സെയിം സ്വഭാവമാണ് ഇവർക്ക്. ആക്ച്വലി ഞാൻ ഇവർക്ക് ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഷൂട്ടിന് പോകേണ്ട ഒരു ആവശ്യം വന്നത് കൊണ്ട് നമുക്ക് എത്ര പമ്പ് ചെയ്ത് വെച്ചാലും ഒരു ടൈം ഉണ്ടല്ലോ, ഞാൻ രാവിലെ പോകും, വരുമ്പോൾ രാത്രിയാകുമ്പോൾ അവൾക്കത് മതിയാവില്ല. അങ്ങനെയുള്ള സമയത്താണ് ഇവൾക്ക് ഞങ്ങൾ പാൽപ്പൊടിയും കൂടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പൊ അതേ പറ്റിയിട്ടും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അത് എന്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. ഞാൻ വർക്കിന് പോകുന്ന കാരണം ബ്രസ്റ്റ് ഫീഡ് മാത്രമായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ചില അമ്മമാർക്ക് പാല് കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ 2 കാറ്റഗറിയിലുള്ള അമ്മമാരുണ്ടാകും. അപ്പൊ അവർക്കുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫോർമുല മിൽക്കാണ്. എന്നാലും ഞാനൊന്ന് എടുത്ത് പറയാണ്, ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഫോർമുലേനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് തീരെ ഇല്ലാത്തവർ മാത്രം ഫോർമുല മിൽക്കിലേക്ക് പോവുക, അല്ലെങ്കിൽ എന്നെ പോലുള്ള സിറ്റുവേഷനുള്ള ആൾക്കാർ മാത്രം ഫോർമുല മിൽക്കിലേക്ക് പോവുക എന്നുള്ളത് ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഫോർമുല മിൽക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് 3 റിക്വയർമെന്റ്സ് ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അതായത് ഒന്ന് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്, 2 ബേബിയുടെ ഹെൽത്ത്, പിന്നെ അതേപോലെ തന്നെ അവളുടെ ഡൈജഷനും മോഷനും കറക്റ്റ് ആവണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവരുടെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ പീഡിയാട്രീഷ്യന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവരെനിക്ക് സജസ്റ്റ് ചെയ്തത് നമ്മുടെ അപ്റ്റമലിന്റെ ഗോൾഡ് മിൽക്ക് ആണ്. ഇതിന്റെ പല സ്റ്റേജസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് യൂസ് ചെയ്യുന്നത് 3rd സ്റ്റേജ് ആണ്. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ഒരു സ്കൂപ്പിന് 30 ml ആണ് നമ്മൾ എടുക്കേണ്ട വാട്ടർ. പിന്നെ കുഞ്ഞിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാന്ന് വെച്ചാൽ കൊടുക്കാം. ഇപ്പൊ ധ്വനിക്ക് ഞാനൊരു 90 കൊടുക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഒരു 3 സ്കൂപ്പ് നമ്മൾ ഇതിലേക്ക് ഇടേണ്ടി വരും. 3 സ്കൂപ്പ് ഇട്ടു. ഒഴിക്കുമ്പോൾ ചെറിയൊരു ഇളം ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. അപ്പുറത്ത് പല്ലുതേപ്പ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടി അമ്മേനെ പോലെയാണെന്നാ തോന്നുന്നത്. ആഹാരം കഴിച്ചതിന് ശേഷമാണ് പല്ല് തേപ്പ്. ആക്ച്വലി എനിക്ക് പ്രഗ്നൻസിയിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആഹാരം കഴിച്ചതിന് ശേഷം ഞാൻ പല്ല് തേക്കുള്ളൂ. അത് അവൾക്ക് അതേപോലെ കിട്ടിയിട്ടുണ്ട്. ആരും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. അനുകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരിട്ടിട്ട് പോകും. അയ്യോ. അപ്പൊ നമ്മള് മിക്സ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് റൗണ്ട് ആയിട്ട്. കാരണം പത വരാൻ പാടില്ല. പത വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ വയറ്റിനുള്ളിൽ ഗ്യാസ് ഫോം ആവും. സോ ഈ രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. ധനു ധനു ഇതെന്ത് ഇത്? ഇതെന്താ ഇതെന്താ? ഓടിവാ. ഓ അവിടെ അവളുടെ മറ്റേ ആ ബോട്ടിലും കൂടിയിട്ട് പല്ല് ചെയ്യിപ്പിക്കാം കേട്ടോ. ധനു വാ, പാല് പാല് വേണ്ടേ? ഓക്കെ, അമ്മ കൊണ്ടുപോകും. എന്താ ധനു? എന്താണ് ഇതെന്താ? ഇതെന്താ? എന്താ ചിരി പാലെന്ന് പറയുമ്പോ ഇത് എവിടെയെങ്കിലും ഈ വെള്ള കളറിൽ ഈ ഒരു സാധനം കഴിഞ്ഞാൽ ഞങ്ങളൊപ്പം ഓടി വരും. എന്താണ് വേണ്ടേ? എന്ത് വേണം മുത്തിന്? പാല് വേണ്ടോ? പാല് കുടിക്കാൻ വേണ്ടി പോകുമ്പോ ആദ്യം കയ്യിലൊരു ഉമ്മ. ആ ശരി. ഇനി സ്നേഹം കൂടും പാല് കുടിക്കുന്ന സമയമാകുമ്പോ കേട്ടോ. തരട്ടെ അമ്മ പാല്?
ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആ അമ്മുവിന്റെ പാല് കൊണ്ടൊന്നും മാത്രം ഇവള് സാറ്റിസ്ഫൈഡ് ആവണില്ല. ഇവളൊരു പാൽക്കുഞ്ചാണ്. ധനു പാല് കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫോർമുല മിൽക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഒപ്റ്റിമൽ ഗോൾഡ് ഫോർമുല മിൽക്ക്. ഇത് ജസ്റ്റ് ഒരു ഫില്ലർ മാത്രമാണ് കേട്ടോ. ഇനിയിപ്പോൾ അവള് ഓടി കളിച്ചൊക്കെ നടന്നു കഴിയുമ്പോൾ അവൾക്ക് വിശക്കും. അപ്പോൾ അവളുടെ മെയിൻ കോഴ്സിലേക്ക് നമുക്ക് കിടക്കാനുള്ള സമയമാകും. അപ്പം ഞാൻ എന്തായാലും പോയി ഒന്ന് ഉണ്ടാക്കട്ടെ. ധനു ഓടിപ്പോയി കളിച്ചോ. യെസ്, ഉച്ചയ്ക്ക് അവൾക്ക് റാഗി പൊടിയൊക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ കൽക്കണ്ട്, പനങ്കൽക്കണ്ടിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ പനങ്കൽക്കണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. റാഗി എടുക്കണ്ടേ തന്നെയോ? Here's to the good days, here's to the sorrows. If this is a mistake, I know about tomorrow. I don't wanna fight no more, cause I don't feel the need no more, no. Just wanna make it stop. Maybe it's something in the water, or maybe we just hit the end of the road. Right now it doesn't even matter. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പാവം ഉറങ്ങിപ്പോയി. രാവിലെ 10 മണിക്കുള്ള ഉറക്കം ഉറങ്ങിയില്ല. സമയം ഇപ്പം 2 മണി ആവാറായി. അപ്പോൾ ഫുഡ് ഇനിയും ബാക്കി. ധനുവിനുണ്ടല്ലോ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെ മതി. അവൾക്ക് അടിച്ചെടുക്കാൻ വെയിറ്റ് ചെയ്യാൻ വയ്യ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് അവൾക്ക് വല്ലാത്തൊരു എന്താ കേട്ടാ അല്ലേ ഒരു ഇത് തോന്നിയിട്ടുണ്ടാവും. അടിച്ച് അല്ല അങ്ങനെയല്ല അടിച്ച് തന്നു. ചൂടുണ്ടേ, ചൂടത്ത് ഇങ്ങനെ ഫാനത്ത് വെച്ച് അതിപ്പോ എനിക്ക് പോയിട്ടാ. ചൂട് 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 ചൂടേ വിശന്ന് പോയതാണോ ഒന്നും. ചൂട് 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 ചൂട്. ഞങ്ങൾ മിക്സിയിലിട്ട് അല്ലാണ്ടും കഴിക്കും കേട്ടോ അല്ലേ. ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനും അറിയാം. പറയും ഇത് കഴിഞ്ഞിട്ട് അവൾക്ക് പാല് കൊടുക്കണം. Cause we both know it's gonna hurt, but not as much as this does. So baby bye, it's for the best and you know why. You gotta leave me here tonight before we make this even worse. It's gonna hurt even more than this does. We gave it up, we had its time to say bye baby bye. I'll be, you'll be, yeah we'll be fine. So let's call it a night and that's why അങ്ങനെ ദേ ഉച്ചയ്ക്ക്
ധനുവിന് ഫുഡ് കൊടുത്തതിന് ശേഷം കുറച്ചു നേരം ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ഇപ്പുറത്തെ വീട്ടിലേക്ക് വന്നു. അമ്മ പൊങ്കാലിടാൻ പോയിരുന്നു. അപ്പോ പൊങ്കാല പായസം പിന്നെ വെള്ളച്ചോറ് അതൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ അത് പിള്ളേർ കഴിച്ചു കഴിഞ്ഞു, കുറച്ചേ കഴിച്ചുള്ളൂ. പക്ഷെ അതിനുശേഷം രണ്ടുപേർക്ക് ഈ ചിപ്സ് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഇവൾക്ക് പല്ല് വന്നിട്ടില്ല, ഇവൾക്ക് പല്ല് വന്ന് ഇവളല്ലാണ്ട് കഴിക്കും. ഇവൾക്ക് ഞാൻ ചവച്ചാണ് കൊടുക്കുക. അത് കണ്ടിട്ട് യാമിക്കും അങ്ങനെ വേണമെന്നാ പറഞ്ഞത്. ഇപ്പൊ ഇതാണ് അവസ്ഥ. ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്ന പിള്ളേർക്ക്. പണ്ടത്തെ കാർട്ടൂണിലൊക്കെ തള്ളക്കാക്ക പിള്ളേരുടെ ചുണ്ടിനകത്ത് വെച്ച് കൊടുക്കണവരെ. അമ്മ ചവിട്ടിയ പിള്ളേക്ക് കേടില്ലെന്നല്ലേ പറഞ്ഞോ. ധനുമാ ഹായ് പറയൂ, വെൽക്കം പറയൂ, ലവ് യു പറയൂ. ഓക്കെ ഓക്കെ ഡൺ പറയൂ. ഓക്കെ ഡൺ. അതായത് ഇനിയിപ്പോ നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ട് രാത്രി ഫുഡ് കൊടുക്കണം, കിടത്തി ഉറക്കണം. 1 2 3 1 2 3. നമ്മളിട്ട് എടുക്കുമല്ലോ. ഇത്ര വേണം പാല്, കുറേ വേണം. ഇതിനെ നോക്കി എന്താ നോക്കിയതിന് അപ്പൂപ്പനെ കണ്ടതിനോ. ഞാനും ഇന്ന് പോയിട്ട് കിട്ടോ അത് കിട്ടും, മക്കളെ കിട്ടോ. ഇനി അമ്മ റബ്ബർ ബാൻഡ് ഇട്ട് കിട്ടണം, കാണിച്ചിട്ടെ. ഞാനും അപ്പൂപ്പനെ കണ്ട പോയിട്ട്. അപ്പൊ അങ്ങനെ നമ്മളുടെ വീഡിയോ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഫൈനലെങ്കിലും ഞാൻ വന്നിട്ടില്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും ഞാനിവിടെ പട്ടിപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. സോ നമ്മളിത് ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമ്മളുടെ കുഞ്ഞാവ് കുറച്ച് പായസം കഴിച്ചു. പിന്നെ വീട്ടിൽ പോയിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഇഡ്ഡലിയും പൊടിയൊക്കെ കഴിച്ചു. അതുകൊണ്ട് ആളിപ്പം നല്ല വയർഗമ്മനിരിക്കുകയാണ്. ഇനി പാല് എത്ര വലുതാണെന്നുണ്ടെങ്കിലും പാല് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മളിത് വീണ്ടും പാല് കുടിക്കാൻ പോവാണ്. ഇന്ന് എത്ര പാല് കുടിച്ചു എന്ന് വെച്ചാൽ ഏകദേശം ഒരു 5-6 തവണ കുടിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ. അപ്പോ ഇതാണ് നമ്മുടെ പാൽക്കുഞ്ച്. ധനുവിനിപ്പോ ഇന്നത്തെ ദിവസം കൊടുത്ത ഫുഡിന്റെയാണ് നമ്മൾ കാണിച്ചത്. ഇപ്പോ വൈകുന്നേരങ്ങളിൽ ഇപ്പൊ പഴമല്ലാണ്ട് വേറെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും ഒക്കെ കൊടുക്കാം. പിന്നെ ഇതിനിടയിൽ തന്നെ മാതളം കഴിച്ചായിരുന്നു. അതിന്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ ഏട്ടാ? മാതളം കഴിച്ചപ്പോ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും എടുക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാതളം പൊളിച്ചുകൊണ്ടിരിക്കുന്ന പണി എനിക്കായിരുന്നു. പിന്നെ അമ്മ അടുക്കളയിൽ വേറെ എന്തൊക്കെയോ ചുരണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ നമ്മൾ രണ്ടുപേരും ബിസി ആയതുകൊണ്ട് എടുക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടാണ് എടുക്കാൻ പറ്റത്. അതെ. അപ്പോ ഇതൊക്കെയാണ് ഇതാണ് ധനുവിന് ഒരു ദിവസം നമ്മൾ കൊടുക്കുന്ന ഫുഡും. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസം കൊടുക്കുന്ന ഫുഡ്. പിന്നെ ഈ അമൃതം പൊടി, കൂരവ്, പിന്നെ വേറെ ഓട്സ്, പിന്നെ ഇതല്ലാണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെയാണ് മെയിൻ മീൽസ് അല്ലേ? ഇതിങ്ങനെ മാറി മാറി റൊട്ടേറ്റ് ചെയ്ത് വരും കൊടുക്കും. പിന്നെ ഇതല്ലാണ്ട് നമ്മള് ഫ്രൂട്ട്സ് അല്ലാണ്ട് നമ്മൾ വെജിറ്റബിൾസ് ഇല്ല, അതായത് ഇപ്പൊ ക്യാരറ്റ് പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ ആവിയിലിട്ട് പുഴുങ്ങി അതിനെ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അത് കൊടുക്കും. അതിപ്പോ ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് എല്ലാം കൂടെ അവൾക്ക് കൊടുത്ത് വയറ് നിറച്ചില്ല. ഇതൊക്കെ ഇടയിൽ കൊടുക്കുന്നതാ നമ്മള്. പിന്നെ പരിപ്പ് വർഗ്ഗങ്ങള് അതൊക്കെ നമ്മൾ കൊടുക്കുന്നതാ. ഇന്നത്തെ ദിവസം അത് കാണിച്ചില്ല എന്ന് മാത്രം. അപ്പോ ഇതൊക്കെയാണ് നമ്മളുടെ കുഞ്ഞാവയുടെ ഫുഡ് റൊട്ടീൻസ്. അപ്പൊ അതേ ആള് ടയേർഡായി അത്യാവശ്യം. ഇനി നേരെ ഉറങ്ങാനുള്ളൊരു പരിപാടിയിലേക്കാണ്. അപ്പൊ നമുക്ക് എല്ലാവരും നമുക്ക് ചാറ്റ പറയാം. ചാറ്റ പറയൂ ധനു. പറയൂ. യെസ്. അപ്പൊ ഞാൻ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. So thank you so much and it's been Mridula Vlogs signing off. Bye bye.